ഹലോ, എല്ലാവർക്കും നമസ്കാരം. NH-66 അഥവാ ആറുവരി പാതയുടെ കൊടുങ്ങല്ലൂർ ടൗൺ ഭാഗത്തെ വർക്കുകൾ എത്രത്തോളമായി എന്ന് നമുക്കൊന്ന് കണ്ടുപോകാം. കൊടുങ്ങല്ലൂർ ടൗണിൽ തന്നെ 2 ഫ്ലൈ ഓവറുകളാണ് NH-66 ഉള്ളത്. ഇപ്പോൾ നടക്കുന്ന മെയിനായിട്ടുള്ള വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഈ 2 ഫ്ലൈ ഓവറുകൾക്കിടയിലും മണ്ണിട്ടുയർത്തുന്ന വർക്കുകളാണ്. ഈ 2 ഫ്ലൈ ഓവറുകൾക്കിടയിലും മണ്ണിട്ടുയർത്തുന്നതിന് പകരം പില്ലറുകൾ തന്നെ കണക്ട് ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ഏരിയയിലെ വർക്കുകൾ പൂർണ്ണമായും കഴിഞ്ഞേനെ. ഇവിടെ സർവീസ് റോഡുകളുടെ വർക്കുകൾ ഏകദേശം പൂർത്തിയാണ്. ഡ്രെയിനേജുകളുടെ വർക്കുകളും കംപ്ലീറ്റ് ആയതായിട്ടാണ് കാണുന്നത്. പക്ഷേ ടൗൺ ഭാഗത്ത് സർവീസ് റോഡിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. മൊത്തം പൊട്ടിപ്പൊളിഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. ഈ ഇടതുവശത്ത് കാണുന്നതാണ് മുനിസിപ്പൽ ടൗൺ ഹാൾ. ഇത് കാണുമ്പോൾ നമുക്കറിയാലോ ഈ ഒരു സർവീസ് റോഡിന്റെ അവസ്ഥ. ഇവിടെ കൂടെ വാഹനം ഓടിക്കുമ്പോൾ ഏറ്റവും ഭയപ്പെടേണ്ടത് ബസ്സുകാരെയാണ്. പ്രൈവറ്റ് ബസ് ആണെങ്കിലും ട്രാൻസ്പോർട്ട് ബസ് ആണെങ്കിലും റാഷ് ഡ്രൈവിംഗ് ആണ്. ഇവിടെയൊക്കെ ഇത്രയും പൊട്ടിപ്പൊളിഞ്ഞ റോഡാണെങ്കിലും എന്തുകൊണ്ടോ ഈ റോഡുകൾ നന്നാക്കാനുള്ള നടപടികൾ അധികൃതർ എടുക്കുന്നില്ല. ഇതിപ്പോൾ നമ്മൾ ഗുരുവായൂർ സൈഡിൽ നിന്ന് കൊടുങ്ങല്ലൂർ സൈഡിലേക്ക് പോകുന്ന വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. കൊടുങ്ങല്ലൂർ ഭാഗത്ത് നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന വഴിയിലും സർവീസ് റോഡുകളുടെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫെബ്രുവരി മാസത്തോട് തന്നെ ഈ റോഡുകൾ വർക്കുകൾ തീർന്ന് തുറക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും മാർച്ച് ഏപ്രിൽ മാസങ്ങളിലോടെ തന്നെ ഈ വർക്ക് തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായി ഇനി തീരാനുള്ളത് ഈ മണ്ണിട്ടുയർത്തുന്ന പണികളാണ്. ഇതൊക്കെയാണ് കൊടുങ്ങല്ലൂർ ടൗൺ ഭാഗത്തെ NH-66 വർക്കുകളുടെ പ്രോഗ്രസ്. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.